ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ടിപ്സും സ്റ്റോറീസും ഫോർമുലാസുമായ നമ്മുടെ വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പല ആളുകളും ഉദ്ദേശിച്ച വിജയത്തിൽ എത്തുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച വളരെ സ്ട്രെങ്ത്തുള്ള എല്ലാ പവർഫുള്ളായ ആളുകളും തൊട്ടടുത്ത് ലക്ഷ്യമെത്തിയിട്ടും അവർ ലക്ഷ്യത്തിലോട്ട് എത്താൻ അവർക്ക് സാധിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾ വിജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ച ആളുകൾ അവരുടെ വിജയത്തിലെത്തുന്നു, അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കുന്നു. എന്താണ് ഇതിന് കാരണം എന്നാണ് ഈ ചെറിയ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വിശന്ന് അവശനായ പൂച്ച ഇരയെ തേടി നടക്കുകയായിരുന്നു. ആ പൂച്ചയുടെ മുമ്പിൽ അതേ ആവശ്യപ്രകാരം വിശന്ന് ആഹാരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചുണ്ടലി, ചെറിയ ചുണ്ടലി തൊട്ടു മുമ്പിൽ കൺവട്ടത്തെത്തി. വേണമെങ്കിൽ പൂച്ചയ്ക്ക് ഒരു ചാട്ടത്തിൽ എലിയെ പിടിക്കാമായിരുന്നു. പക്ഷേ പൂച്ച ചാടിയപ്പോഴേക്കും ഈ ചുണ്ടലി ഓടി വളരെ ശക്തിയായി ഓടി. പൂച്ചയും വീറോടും വാശിയോടും ഓടി പിറകെ ഓടി ഒളിച്ച് ഈ ചുണ്ടലി ഒരു ചെറിയ മാളത്തിൽ, പൂച്ചക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തൊരു മാളത്തിൽ ഒളിച്ചു. എന്നിട്ട് പൂച്ച എലിയോട് ചോദിക്കുകയാണ്, അല്ല, ഞാൻ നിന്റെ പിറകിൽ ഓടിയിട്ടും എനിക്ക് നിന്നെ പിടിക്കാൻ സാധിച്ചില്ല, എന്താണ് അതിൻ്റെ കാരണം? പൂച്ച ചോദിച്ചപ്പോൾ എലി പറയുകയാണ്, നീ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് എൻ്റെ പിറകിൽ ഓടിയത്, ഞാനാണെങ്കിൽ എൻ്റെ ജീവനും കൊണ്ടാണ് ഓടിയത്. ഇത് തന്നെയാണ് കാരണം. പൂച്ചക്ക് മുമ്പിൽ വിവിധ ഓപ്ഷനുകളുണ്ട്. പൂച്ച ആ ശ്രമം വളരെ ശക്തിയായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരു നേരത്തെ ഭക്ഷണം, പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മളും വിജയിക്കാതിരിക്കുന്ന നമ്മളെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കോൺസെൻട്രേറ്റഡ് അല്ല, ഫോക്കസ്ഡ് അല്ല. പക്ഷേ എലിക്ക് വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഫിയറും കൊണ്ടാണ്. ഫിയറാണ് എലിയെ മോട്ടിവേറ്റ് ചെയ്ത്. അപ്പോൾ ഈ കഥയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠം, നമുക്ക് വിജയിക്കണമെങ്കിൽ വി ഷുഡ് ബി കോൺസെൻട്രേറ്റഡ്, വി ഷുഡ് ബി ഫോക്കസ്ഡ്, വി ഷുഡ് ട്രൈ വിത്ത് ഓൾ അവർ സ്ട്രെങ്ത്. ഓക്കെ, ഇത്തരം വീഡിയോ ടിപ്സ്, മോട്ടിവേഷൻ സ്റ്റോറീസ് ലഭ്യമാക്കാൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരെ താങ്ക്സ് ഓൾ.